ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ സുപ്രധാനമായ 2 നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. ഇന്നലെയാണ് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റാലയെ ക്ലബ്ബ് നിയമിച്ചിട്ടുള്ളത്. 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. അതിനു മുൻപ് മറ്റൊരു സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റലിനെ ക്ലബ്ബ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പ്രീ കോൺട്രാക്റ്റിൽ എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ മാധ്യമപ്രവർത്തകനായ അഷ് അലി നൽകിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു അപ്ഡേറ്റുകൾ ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. പുതിയ പരിശീലകനായ കാറ്റാല കൊച്ചിയിലെത്തിയ ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായി ഒരു ചർച്ച നടത്തും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പ്ലാനുകൾ അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഏതൊക്കെ വിദേശ താരങ്ങളെ ഒഴിവാക്കണം എന്നത് തീരുമാനിക്കാനുള്ള ഒരു അധികാരം അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടാകും. ലൂണ ക്ലബിനകത്ത് തുടരുമെന്നാണ് വ്യക്തിപരമായി ഇപ്പോൾ ഇദ്ദേഹം വിശ്വസിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ വിദേശ ഡിഫൻഡറുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ പരിശീലകനുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. പ്രീ കോൺട്രാക്റ്റിൽ എത്തിയ സെർജിയോ കാസ്റ്റലിന് ഇപ്പോഴും ശാരീരികമായി ചില പ്രശ്നങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മെഡിക്കൽ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ അഷ് അലി നൽകിയിട്ടുള്ളത്. അതായത് പുതിയ ഒരു ഡിഫൻഡർ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മെഡിക്കലൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെർജിയോ കാസ്റ്റൽ സൂപ്പർ കപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ സൂപ്പർ കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കും എന്നുള്ള കാര്യം അഭിക് ചാറ്റർജി അറിയിച്ചിരുന്നു. ഈ ഒരു പരിശീലകന് കീഴിലുള്ള ആദ്യത്തെ പരീക്ഷണമായി കൊണ്ടാണ് സൂപ്പർ കപ്പ് ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.